ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിന്റെ മുൻവർഷ 1-ാം പാദവാർഷിക മലയാളം ചോദ്യപേപ്പറിലെ പ്രവർത്തനങ്ങൾ വളരെ രസകരമായി ചെയ്യാൻ പോകുകയാണ്. എല്ലാവരും ചിത്രങ്ങൾ ശ്രദ്ധയോടെ നോക്കണം, ചോദ്യങ്ങൾ നന്നായി കേൾക്കണം, ഉത്തരങ്ങൾ വൃത്തിയായും മനോഹരമായും എഴുതണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രവർത്തനം 1. തന തന താന. ആദ്യം നമുക്ക് മനോഹരമായ വരികൾ വായിക്കാം. പട്ടം പറന്നു, പാട്ടുപാടി. ലാ ലാ ലാ. പറവ പറന്നു, പറവ പാടി. തന തന താന. മഴ വന്നു, മഴ പാടി. പാ 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 പാ. വളരെ നന്നായി. ഇനി ചിത്രങ്ങളും വരികളും തമ്മിൽ വരച്ചു ചേർക്കാം. പട്ടത്തിന്റെ ചിത്രത്തെ ലാ 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 എന്ന വരിയുമായി ചേർക്കാം. പറവയുടെ ചിത്രത്തെ തന തന താന എന്ന വരിയുമായി ചേർക്കാം. മഴയുടെ ചിത്രത്തെ പാ 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 എന്ന വരിയുമായി ചേർക്കാം. ഇനി പട്ടം ആകാശത്തിലൂടെ പറക്കുമ്പോൾ എന്തെല്ലാം കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാം. സൂര്യൻ, മേഘങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, പൂക്കൾ, വീടുകൾ എന്നിവ വരയ്ക്കാം. ചിത്രം മനോഹരമായി വരച്ച് ഇഷ്ടമുള്ള നിറങ്ങൾ നൽകാം. അടിപൊളി! പ്രവർത്തനം 1 പൂർത്തിയായി. പ്രവർത്തനം 2. പൂവും പട്ടവും. ഇപ്പോൾ പൂവും പട്ടവും തമ്മിലുള്ള കുഞ്ഞു സംഭാഷണം നോക്കാം. പട്ടം പൂവിനോട് ചോദിക്കുന്നു, "നീ ആരാണ്?" പൂവ് സന്തോഷത്തോടെ മറുപടി പറയുന്നു, "ഞാൻ പൂവാണ്." ഇനി പൂവ് പട്ടത്തിനോട് ചോദിക്കുന്നു, "നീ ആരാണ്?" പട്ടം മറുപടി പറയുന്നു, "ഞാൻ പട്ടമാണ്." വളരെ നല്ല സംഭാഷണം അല്ലേ കുഞ്ഞുമക്കളെ? ഈ വാക്യങ്ങൾ ശരിയായ സംഭാഷണ കുമിളകളിൽ വൃത്തിയായി എഴുതണം. ശേഷം പൂവും പട്ടവും പോലെ ശബ്ദം മാറ്റി സംഭാഷണം വായിച്ചു പറയാം. സൂപ്പർ! പ്രവർത്തനം 2 പൂർത്തിയായി. പ്രവർത്തനം 3. പൂവും കൂട്ടുകാരും. ഇപ്പോൾ പൂവിന്റെ കൂട്ടുകാരെ കണ്ടെത്താം. ചിത്രത്തിൽ ഒരു മനോഹരമായ പൂവും നിരവധി ജീവികളുമുണ്ട്. പൂവിനരികിലേക്ക് തേൻ കുടിക്കാനും പൂമ്പൊടി ശേഖരിക്കാനും വരുന്ന കൂട്ടുകാരെ നോക്കാം. പൂമ്പാറ്റ പൂവിന്റെ കൂട്ടുകാരിയാണ്. തുമ്പി പൂവിന്റെ കൂട്ടുകാരിയാണ്. തേനീച്ചയും പൂവിന്റെ കൂട്ടുകാരിയാണ്. വണ്ടും പൂവിന്റെ കൂട്ടുകാരനാണ്. അതിനാൽ പൂമ്പാറ്റ, തേനീച്ച, വണ്ട് എന്നിവയുടെ ചിത്രങ്ങളിൽ നിന്ന് പൂവിലേക്ക് വരച്ചു ചേർക്കാം. കോഴി, പക്ഷി, താറാവ് എന്നിവയെ ഇവിടെ പൂവിനോട് ചേർക്കേണ്ടതില്ല. അപ്പോൾ ശരിയായ ഉത്തരം പൂമ്പാറ്റ, തേനീച്ച, വണ്ട്. വരകൾ വൃത്തിയായി വരയ്ക്കണം കേട്ടോ. മിടുക്കർ! പ്രവർത്തനം 3 പൂർത്തിയായി. പ്രവർത്തനം 4. എത്രയെത്ര പക്ഷികൾ. ഇപ്പോൾ പക്ഷികളുടെ രസകരമായ ലോകത്തേക്ക് പോകാം. ചിത്രത്തിന്റെ ഇടതുവശത്ത് 3 പക്ഷികളുണ്ട്. തത്ത, പരുന്ത്, കൊക്ക്. വലതുവശത്ത് അവയുടെ കൊക്കുകളും കാലുകളും നൽകിയിട്ടുണ്ട്. ഓരോ പക്ഷിക്കും യോജിക്കുന്ന കൊക്കും കാലുകളും കണ്ടെത്തി വരച്ചു ചേർക്കാം. ആദ്യം തത്തയെ നോക്കാം. തത്തയ്ക്ക് വളഞ്ഞ കൊക്കും മരക്കൊമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയുന്ന കാലുകളുമാണ്. അതുകൊണ്ട് തത്തയെ താഴെയുള്ള വളഞ്ഞ കൊക്കും കാലുകളുമായി ചേർക്കാം. അടുത്തത് പരുന്താണ്. പരുന്തിന് മൂർച്ചയുള്ള വളഞ്ഞ കൊക്കും ഇരയെ പിടിക്കാൻ ശക്തമായ നഖങ്ങളുള്ള കാലുകളുമുണ്ട്. അതുകൊണ്ട് പരുന്തിനെ മുകളിലുള്ള കൊക്കും കാലുകളുമായി ചേർക്കാം. ഇനി കൊക്കിനെ നോക്കാം. കൊക്കിന് നീളമുള്ള കൊക്കും നീളമുള്ള കാലുകളുമാണ്. അതുകൊണ്ട് കൊക്കിനെ നടുവിലുള്ള നീണ്ട കൊക്കും കാലുകളുമായി ചേർക്കാം. ഇനി ഏതെങ്കിലും 2 പക്ഷികളുടെ പേരുകൾ എഴുതണം. നമുക്കെഴുതാം തത്ത, പരുന്ത്. അല്ലെങ്കിൽ തത്ത, കൊക്ക്. വളരെ നന്നായി. പ്രവർത്തനം 4 പൂർത്തിയായി. പ്രവർത്തനം 5. പട്ടത്തിന്റെ കാഴ്ചകൾ. ഇപ്പോൾ ചിത്രങ്ങൾ നോക്കി കുഞ്ഞുവാക്യങ്ങൾ എഴുതാം. ആദ്യത്തെ ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? അതെ, സൂര്യനെ. നമുക്കെഴുതാം സൂര്യൻ ഉദിച്ചു. അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു വലിയ മരം. എഴുതാം മരം നിൽക്കുന്നു. ഇനി മഴമേഘവും മഴത്തുള്ളികളും കാണാം. എഴുതാം മഴ പെയ്യുന്നു. അടുത്ത ചിത്രത്തിൽ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവുണ്ട്. എഴുതാം പൂവ് വിരിഞ്ഞു. അവസാനത്തെ ചിത്രത്തിൽ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെയാണ് കാണുന്നത്. എഴുതാം പക്ഷികൾ പറക്കുന്നു. വൗ! എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മനോഹരമായി പൂർത്തിയാക്കി. കുഞ്ഞുമക്കളെ, ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. ചിത്രങ്ങൾ നന്നായി നിരീക്ഷിക്കണം. ഉത്തരങ്ങൾ വൃത്തിയായും മനോഹരമായ അക്ഷരത്തിലും എഴുതണം. തെറ്റുവന്നാലും വിഷമിക്കേണ്ട. വീണ്ടും ശ്രമിച്ചാൽ തീർച്ചയായും ശരിയാകും. എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും പരീക്ഷയിൽ നല്ല വിജയം ആശംസിക്കുന്നു. നന്നായി പഠിക്കൂ, സന്തോഷത്തോടെ എഴുതൂ. നന്ദി കുഞ്ഞുമക്കളെ.